കോൺഗ്രസ് എം പിമാരെയൊക്കെ അങ്ങ് വിട്ടു. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞങ്ങൾക്കൊന്നും പറയണ്ട, ഞങ്ങൾ കൊടുത്ത ആരെയും അവരെ എടുക്കുന്നില്ല എന്നുള്ള പരിഭവത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ എം പിമാർ പോകാതിരിക്കാനുള്ള ഒരു അവസാനത്തെ അടവാണിത്. കോൺഗ്രസ് ഒരു നിർദ്ദേശവും നൽകുന്നില്ല. അപ്പോൾ ഇനി എന്താവും? എം പിമാർ പോകുമോ ഇല്ലേ? അല്ല, എം പിമാരിപ്പോൾ ശശി തരൂർ ഇനിയിപ്പോൾ പാർട്ടി തന്നെ വരുമെന്ന് തന്നെ സംശയം. സ്വാഭാവികമായിട്ടും ഈ ഭീകരവാദത്തെ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട സമയത്ത് വാഗ്വാദങ്ങൾ അനവസരത്തിലുള്ളതെന്ന് ഉപദേശിച്ചിരിക്കുകയാണ് തരൂർ. രാഹുൽ ഗാന്ധി ഉപദേശിച്ചുള്ള ലേഖനമെന്നാണ് വിലയിരുത്തൽ. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെയാണ് അത്തരത്തിലൊരു ഉപദേശം വന്നിരിക്കുന്നത്. വിദേശ പ്രതിനിധി സംഘത്തിലെ കോൺഗ്രസ് എം പിമാരെ നിശ്ചയിച്ചത് തരൂരോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് പഹൽഗാമിൽ കോൺഗ്രസ് ഇടച്ചിൽ തുടരുകയാണ്. പാകിസ്ഥാൻ ഭീകരതയെക്കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോകുന്ന പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്താതെ കോൺഗ്രസ് നേതൃത്വം ഭയങ്കര ദേഷ്യമാണ്. അതായത് നമ്മളെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വല്ലാത്ത അഹങ്കാരത്തിൻ്റെ സ്വരമാണ് പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് സംഘത്തിലുള്ള എം പിമാരെ കണ്ടിട്ടില്ല. കാരണം അത്ര ദേഷ്യമാണ്. രാഹുൽ ഗാന്ധി ഇപ്പോൾ എവിടെയാണെന്നും അറിയത്തില്ല, എന്തോ വിദേശ ടൂറോ മറ്റോ നടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി എം പിമാരെ സർക്കാർ നേരിട്ട് വിളിച്ചതിലെ രോഷമാണ് ഇതിന് കാരണം. കിരൺ റിജ്ജു കോൺഗ്രസ് എം പിമാരുടെ എല്ലാം പേര് പറഞ്ഞത് ശശി തരൂരിനോടാണ്. തരൂർ ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ നേരിട്ട് അറിയിച്ചു എന്നാണ് സൂചന. അപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനം പാർട്ടിയെ അറിയിക്കാത്തതിലുള്ള അമർഷം രാഹുൽ നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തോട് സംസാരിക്കാൻ തരൂരും കിരൺ റിജ്ജുവോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് കിരൺ റിജ്ജു പറഞ്ഞൊന്ന് റെഡിയാക്കി തരണമെന്ന് തരൂരും പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ദേശീയ താല്പര്യത്തിന് മുകളിൽ പാർട്ടി രാഷ്ട്രീയം പാടില്ലെന്ന് ഡോക്ടർ ശശി തരൂർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ താല്പര്യമാണല്ലോ പ്രധാനം, രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ലെന്നും അദ്ദേഹം പറഞ്ഞല്ലോ. ഭരണ പ്രതിപക്ഷ പാർട്ടികളെ നയിക്കേണ്ടത് രാഷ്ട്ര താല്പര്യമായിരിക്കണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നു. അത് ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടുകളെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് ഈ ലേഖനത്തിലൂടെ. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ പാർട്ടിയെ ചേരിതിരിഞ്ഞ് വിമർശിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ഐക്യം രൂപം കൊള്ളേണ്ടത് രാജ്യ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹം ലേഖനത്തിൽ പറയുന്നതാണ് ഇതൊക്കെ. കാർഗിൽ യുദ്ധകാലത്തും നരസിംഹറാവുവിൻ്റെ ഭരണകാലത്തും ഭരണ പ്രതിപക്ഷ കക്ഷികൾ രാജ്യ താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന ചരിത്രമുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷകാലത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ ചേരിതിരിഞ്ഞ് വാദപ്രതിവാദം നടക്കുകയാണ്. ഇതൊട്ടും ആശ്വാസകരമല്ല. ഇത് എതിർക്കേണ്ട നേരത്ത് വാഗ്വാദങ്ങൾ പാടില്ല എന്നും തരൂർ വിശദീകരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ ചൊല്ലി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒട്ടേറെ വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ടു എന്നതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഏറ്റുമുട്ടി. പ്രത്യേകിച്ച് 1971 ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധി അമേരിക്കയെ മാറ്റി നിർത്തിയ സംഭവം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് നരേന്ദ്രമോദിയെ വെട്ടിലാക്കിയത്. ആ ഒരു വീഡിയോ അടക്കം പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 1971 സ്ഥിതിയും ഇപ്പോഴത്തെ സംഭവങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടില്ലെന്നാണ് നിലപാടാണ് തരൂർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശശി തരൂരും പാർട്ടിയും തമ്മിൽ ഇടയാൻ ഈ വിഷയങ്ങൾ കാരണമായി. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പാടില്ല. അതോടൊപ്പം തന്നെ ജനകീയതയേക്കാൾ രാഷ്ട്രതന്ത്രത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് തരൂർ ലേഖനത്തിൽ എടുത്തു പറയുന്നത്. രാഹുൽ ഗാന്ധി പിന്നെ ഒന്നും വായിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. 1994 നരസിംഹറാവുവിൻ്റെ കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന കാശ്മീർ ചർച്ചയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് വിദേശകാര്യ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനായ BJP നേതാവ് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്ന്. കോൺഗ്രസിൻ്റെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദായിരുന്നു ഡെപ്യൂട്ടി ചെയർമാൻ. പാകിസ്ഥാൻ ഞെട്ടിപ്പോയ നീക്കമായിരുന്നു അത്. പക്ഷേ ഇന്ന് ഇത്തരം നീക്കങ്ങൾ അസാധ്യമെന്നും തരൂർ പറയുന്നു. വളരെ വ്യക്തമായ കാര്യമാണ് തരൂർ പറയുന്നത്. അന്നത്തെ കാലത്ത് അതെല്ലാം രാഷ്ട്ര താല്പര്യത്തിന് ഒരുമിച്ച് നിൽക്കുന്നൊരു സമയമായിരുന്നു. കേന്ദ്രത്തിൻ്റെ വിദേശകാര്യ പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിൻ്റെ നേതൃത്വത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിന് ഔദ്യോഗിക സ്വഭാവമുള്ള ഉന്നത പദവി ലഭിച്ചേക്കുമെന്ന് അഭ്യൂഹം ശക്തമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തതാണ്. അതായത് പ്രത്യേക ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു പദവി അദ്ദേഹത്തിന് ലഭിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള നയതന്ത്ര സ്വഭാവമുള്ള ഉന്നത പദവി കേന്ദ്രം വാഗ്ദാനം ചെയ്തുവെന്ന അഭ്യൂഹമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരൂരുമായി ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസ് നേതൃത്വമോ ശശി തരൂരോ ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും നേതാക്കൾക്കിടയിൽ വിഷയം സജീവ ചർച്ചയായിട്ടുണ്ട്. തരൂരിന് പാർട്ടി നൽകിയ പദവികൾ തിരിച്ചെടുക്കണമെന്ന ആവശ്യവും കോൺഗ്രസിൽ ഉയർന്നിട്ടുണ്ട്. അത് ഈ KCയുടെയൊക്കെ പണിയാണ്. മാസങ്ങൾക്ക് മുമ്പേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വാഴ്ത്തിപ്പാടി തരൂർ രംഗത്തെത്തിയപ്പോഴും തരൂരിന് കേന്ദ്രത്തിൽ നിന്നും വാഗ്ദാനങ്ങൾ ലഭിച്ചുവെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. പുതിയ സാഹചര്യത്തിൽ വിദേശകാര്യ വിദഗ്ധനായ തരൂരിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരു ഉപരാഷ്ട്രപതി പദം വരെ തരൂരിന് ലഭിച്ചേക്കാം. അതിനിടെയാണ് ദേശീയ വികാരം ഉയർത്തിയുള്ള ചർച്ചകൾ തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ ലേഖനത്തിലൂടെ.
അതിനിടെയാണ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിൻ്റെ തലവനാകാൻ ശശി തരൂർ കേന്ദ്ര സർക്കാരിനോട് സമ്മതിച്ചു. കോൺഗ്രസിനോട് അനുവാദം പോലും ചോദിച്ചിട്ടൊന്നുമില്ല. പാർട്ടി അറിയിക്കാതാണെന്നുള്ള വിവരം കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. പഹൽഗാം വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്ത കോൺഗ്രസ്സുകാരെ തരൂർ തിരുത്തിയതും നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് പാർട്ടി നിലപാടുകളെയും വികാരത്തെയും നിരന്തരം വെല്ലുവിളിക്കുന്ന തരൂരിനെ ആ പദവിയിൽ നിന്ന് പുറത്താക്കാനും സമ്മർദ്ദമുണ്ട്. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്താക്കി തന്നാൽ മതി എന്നാണ് തരൂരും വിചാരിക്കുന്നത്. കാരണം അങ്ങനെയെങ്കിലും BJP ഒരു ഉന്നത പദവി അദ്ദേഹത്തിന് നൽകും. ഇനി കോൺഗ്രസ് ഇരുന്നിട്ടൊരു കാര്യമില്ലല്ലോ. ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ മണ്ടത്തരങ്ങളും രാഹുൽ ഗാന്ധിയും ഒക്കെ ആണ് അതിനകത്ത് ഇനി കാര്യങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് അവർക്ക് അധികാരത്തിലൊന്നും വരാൻ പറ്റത്തില്ല. ജീവിതകാലം മുഴുവൻ ആജീവനാന്ത പ്രധാനമന്ത്രി, ഭാവി പ്രധാനമന്ത്രി എന്ന ഒരു വിളിപ്പേരോടുകൂടി രാഹുലിന് തൻ്റെ കർമ്മമണ്ഡലം സജീവമാക്കാൻ കഴിയുമെന്ന് മാത്രമേ തോന്നുള്ളൂ. അതായത് ഒരു ഗവർണർ സ്ഥാനത്തിലോ സഹമന്ത്രി സ്ഥാനത്തിലോ ഇനി തരൂരിന് ഒതുക്കാൻ കഴിയില്ല. ഇല്ല, അത് ഇനിയിപ്പോൾ തരൂരിന് പറ്റിയ ഒരു പദവിയല്ല. കാരണം തരൂർ എപ്പോഴും രാജ്യത്തിന്റെ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ സഹമന്ത്രിയൊക്കെ ജയശങ്കർ ഉള്ളിടത്തോളം കാലം അതിനെ കവച്ചു വെക്കാനായിട്ട് ഒരാളില്ല. അതായത് അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കൊടുക്കാൻ കഴിയുന്ന ഒരു പദവി, കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന ഒരു പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി പദവിയാണ്. കേന്ദ്ര അല്ലെങ്കിൽ ഈ പറയുന്ന സഹമന്ത്രിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ തരൂരിനത് ഇല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വല്ല പദവിയും കൊടുക്കണം. അതായത് UN-ലേക്കുള്ള പ്രത്യേക പ്രതിനിധിയോ അങ്ങനെ എന്തെങ്കിലും സ്ഥാനം, അതിൽ വലിയ സ്ഥാനമായിട്ടൊന്നും കണക്കാക്കാൻ കഴിയില്ല. ജോർജ് കുര്യൻ വരെ സഹമന്ത്രിയാണ്. അത്തരം പദവികളൊന്നും തരൂർ ഏറ്റെടുക്കില്ല. അപ്പോൾ അതുപോലെയല്ല, തരൂർ കുറച്ചുകൂടെ ജോർജ് കുര്യനെയൊക്കെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ ഉയർന്ന നേതാവ് തന്നെയാണ് തരൂർ. അപ്പം തരൂരിന് ഇനി ലക്ഷ്യം വെക്കാൻ കഴിയുന്ന ഒരു പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉപരാഷ്ട്രപതി സ്ഥാനം തന്നെയാണ്. അതാവുമ്പോൾ ലോകരാജ്യങ്ങളിലേക്കൊക്കെയുള്ള ചില തീരുമാനങ്ങളിലൊക്കെ പങ്കെടുക്കാനും ആർജവത്തോടെ പങ്കെടുക്കാം. അതായത് സാധാരണഗതിയിൽ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രാജ്യസഭാ ചെയർമാൻ ആണെങ്കിലും ഒരു വലിയ ആക്റ്റീവായിട്ടുള്ള ഒരു പൊസിഷനായിട്ട് കണക്കാക്കാറില്ല. ഔപചാരികതയുടെ പിന്നിലായിരിക്കും പലപ്പോഴും. പക്ഷേ തരൂരിനെ പോലെ അബ്ദുൽ കലാം എങ്ങനെയായിരുന്നു പ്രസിഡന്റ് ആയിരുന്നത്, അതുപോലെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് തരൂരിന് തിളങ്ങാൻ സാധിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യം. അപ്പോൾ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താനും സഭയെ നയിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിൽ നിന്നുള്ള സ്ഥാനം രാജിവെക്കാതെ തന്നെ ഒരു പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കൊക്കെ പരിഗണിച്ചാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നല്ലോ, കേരളത്തിന്റെ ഗവർണർ. അദ്ദേഹം ഇതേ സ്ഥാനത്തിന് മോഹിച്ചാണ് ഈ പറയുന്നത് ഇവിടെ മൊത്തം പടവെട്ടിയത്. പക്ഷെ പുള്ളിക്കാരൻ വലിയ ശരിയുള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇങ്ങനെ മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിണറായിയെ വെള്ളം കുടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പല കാര്യത്തിൽ ശരിയും ഉണ്ടായിരുന്നു, ഗവർണറുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മറ്റൊരു നേതാവിന് പകരം വയ്ക്കാൻ കഴിയാത്ത ചില ക്വാളിറ്റികൾ തരൂരിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത്ര സ്ഥാനത്തേക്കൊക്കെ ഉയർത്തി കാണിക്കുന്നതിൽ കോൺഗ്രസിന് പോലും ഒരു വിയോജിപ്പുണ്ടാവില്ല. കാരണം തരൂരായിക്കോട്ടെ അത് തന്നെയാണ് നല്ലത് എന്ന് വരെ അവർ പറഞ്ഞേക്കാം. അപ്പോൾ അതിലൊരു വലിയ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയില്ല. ആ വലിയ നേട്ടം തന്നെ അതിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് താനും. കോൺഗ്രസിനും അത് ഉപയോഗപ്പെടുത്താൻ കഴിയും. പക്ഷേ കോൺഗ്രസ് നിലപാടൊരിക്കലും ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചാലും തരൂർ എടുക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ പിന്നീട് അത് BJPക്ക് തലവേദനയാവുകയും ചെയ്യും. പക്ഷേ കോൺഗ്രസിൻ്റെ ഇത് മെമ്പർ ആയിരുന്നുകൊണ്ട് തന്നെ, കോൺഗ്രസ് അംഗമായിരുന്നുകൊണ്ട്, കോൺഗ്രസ് നേതാവായിരുന്നുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് BJP പരിഗണിക്കാൻ അതുകൊണ്ട് തന്നെ യാതൊരു സാധ്യതയുമില്ല. കോൺഗ്രസിൽ നിന്ന് വിട്ടുവരാനായിട്ട് നല്ല രീതിയിൽ തരൂരിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് വെട്ടിലായിരിക്കുന്നു എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യം. വിദേശ പ്രതിനിധി സംഘത്തെ അയക്കുമ്പോൾ കോൺഗ്രസിന് ഒന്നും ചെയ്യാനാകുന്നില്ല, തളർന്നിരിക്കുന്ന അവസ്ഥയിൽ. അതേസമയം രാജ്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭീകരാക്രമണത്തിൽ ഇൻ്റലിജൻസ് എവിടെ, അതെവിടെ, ഇതെവിടെ, മറ്റേതെവിടെ എന്നൊക്കെ ചോദിക്കുക. ഇസ്രായേലിലേക്ക് മിസൈൽ വന്ന് വീഴുന്ന കാലമാണ്. അവിടെയാണ് ഒരു മിസൈൽ പോലും വീഴാതെ നമ്മൾ പ്രതിരോധിച്ചത്. അപ്പോൾ ആ കരുത്തിനെ പോലും മനസ്സിലാക്കാതെ ഇന്ത്യയുടെ സംവിധാനങ്ങൾ മനസ്സിലാക്കി ഭീകരൻ ഒരു ഭ്രാന്തൻ ഒരു റോഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെയാണ് ഭീകരാക്രമണത്തിൻ്റെ കാര്യം. ഇൻ്റലിജൻസിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, കോൺഗ്രസ് അങ്ങേയറ്റം ക്ഷീണിതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തോടൊപ്പം നിന്നെങ്കിലും ഒരു സ്ഥാനം ഉള്ള ആൾക്കാരുടെ മനസ്സിൽ നിന്ന് ആ വെറുപ്പോടുകൂടി കോൺഗ്രസ് അപ്രത്യക്ഷമാകാതിരിക്കാനുള്ള ഒരു സാധ്യത പോലും കോൺഗ്രസ് കരുതുന്നില്ല. സ്വയം നശീകരണത്തിൻ്റെ നാശത്തിൻ്റെ പാതയിലേക്ക് കോൺഗ്രസ് പൊക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന വിദേശ പ്രതിനിധി സംഘത്തിൽ പോകുന്ന കോൺഗ്രസിലെ നേതാക്കൾ നാളെ BJPയിലേക്ക് പോയാലും യാതൊരു അത്ഭുതവുമില്ല.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.